എന്നെ ഡോക്ടർ ഭഗവതിയായിരുന്നു. എന്റെ അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം. അത് തിരുമേനി ചോറ്റാനിക്കര അമ്പലത്തില് മേൽശാന്തിയായി കയറിയതിനു ശേഷമുള്ള ഒരു മറക്കാനാവാത്തൊരു അനുഭവം എന്തായിരിക്കും ജീവിതത്തിലെ അനുഭവം? എന്റെ അനുഭവം തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം. അത് ഞാൻ അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഈ നറുക്ക് കിട്ടുന്ന സമയം കോവിഡ് കാലമായിരുന്നു. ഭജന ഇരുന്ന ശേഷമാണ് കയറുന്നത്. കയറി രണ്ടാമത്തെ ആഴ്ച എനിക്ക് കോവിഡ് പിടിപെടുന്നു. അതിനുശേഷം കന്യാസില് ഡ്യൂട്ടിക്ക് ഹാജരാകുന്നു. പിന്നെ ഈ കോവിഡിന്റെ അസ്വസ്ഥതകൾ അറിയാലോ എല്ലാവർക്കും. ഒരുപാട് കോവിഡ് സമയത്ത് മരുന്നിക്കേണ്ടി വന്നു. പിന്നെ രണ്ടാമത്തെ ഭജന ഇരുന്നതിന് ശേഷമാണ് അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. എന്റെ ഡോക്ടർ ഭഗവതിയായിരുന്നു. ഭഗവതിയുടെ ട്രീറ്റ്മെന്റിലായിരുന്നു ഞാൻ ഇരുന്നത്. ശനിവാസം ഭഗവതിയുടെ കൂടെ തന്നെയാണ് കിടപ്പ് പോലും. ഫുൾ ടൈം കോമ്പൗണ്ട് വിട്ട് വെളിയിലേ പോയിട്ടില്ല. അങ്ങനെ ഒരു കർക്കിടക മാസം വരെ ഞാൻ അവിടെ പിടിച്ചു നിന്നു. അപ്പൊ അത് എന്റെ ഒരു മറക്കാൻ വയ്യാത്തൊരു അനുഭവമാണ്. എനിക്ക് എല്ലാവരോടും തുറന്നു പറയാവുന്ന ഒരു അനുഭവമാണ്. എന്റെ ഒരു വിശ്വാസം എന്താ വെച്ചാൽ ഞാൻ ആ കൂടുതലത്തെ എന്റെ കാലാവധി കൊണ്ട് തീരേണ്ടതായിരുന്നു. പക്ഷെ ഭഗവതിയുടെ ഒറ്റ അനുഗ്രഹം. ഞാൻ അവിടെ ആയതുകൊണ്ട് മാത്രമാണ് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റിയത്. അവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ റിക്കവർ ചെയ്യാൻ പറ്റിയത്. ഞാൻ വീണ്ടും ഇതേമാതിരി ഒരു ജോലി ചെയ്യുന്ന അവസ്ഥയ്ക്ക് തിരിച്ചെത്തി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അപ്പൊ അവിടെ എന്നെ ട്രീറ്റ് ചെയ്ത് ഭഗവതി കൊണ്ട് മാത്രം. ഈ കോവിഡ് സമയത്ത് വേറൊരു ഹോസ്പിറ്റലാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോ ഉണ്ടാവും എന്നുള്ളത് എന്നെ സംശയമാണ്. പക്ഷെ ക്ഷേത്രത്തിനകത്തായതുകൊണ്ടും ഭഗവതി കൂടെ ആയിരുന്നുകൊണ്ട് മാത്രം വീണ്ടും എനിക്ക് പഴയതിനെല്ലാം കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് ഇപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഭഗവതിയാണ് ശരിക്കും ജീവിതത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് തന്നെ പറയേണ്ടി വരും. ഞാൻ വേറെ എവിടെയായിരുന്നെങ്കിലും ആ സമയത്ത് എനിക്ക് ബൈക്ക് ഉണ്ടാവില്ലായിരുന്നു. അമ്മ ബുദ്ധിമുട്ടുകളായിരുന്നു. അതെല്ലാം ഓവർകം ചെയ്ത് വീണ്ടും ഈ പഴയതിനായിട്ടും കുറച്ചുകൂടി ഊർജ്ജസ്വലമായിട്ട് എനിക്കിപ്പോ ജോലി ചെയ്യാൻ പറ്റുന്നുണ്ട്.